അൽവ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് നമ്മുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകൾ കർക്കിടക മാസത്തിൽ കഴിക്കാറുണ്ട്. മരുന്നുണ്ട, മരുന്ന് കഞ്ഞി, അങ്ങനെ ഓരോ ഐറ്റംസ്. അപ്പം നമുക്ക് ഈ കർക്കിടകത്തിൽ എങ്ങനെ അധികം കയ്പില്ലാതെ മരുന്നുണ്ട ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മരുന്നുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഞവര അരി 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ കരിപ്പെട്ടി ശർക്കര അത് നമ്മൾ 1 കിലോ എടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങ, അത് ഒരു വലിയ തേങ്ങയുടെ പീരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അധികം ഉപയോഗിക്കുന്നില്ല, കാരണം പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അധികം തേങ്ങാപ്പീര നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഉലുവ, എള്ള്, ആശാളി, അയ്മോദകം, ചതകുപ്പ, ജീരകം, കരിഞ്ജീരകം, മുതിര, ഇത്രയും ഐറ്റംസ് നമ്മൾ 1/4 കിലോ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ഏലക്കായും ചുക്കും എടുക്കുന്നുണ്ട്. കരിപ്പെട്ടി ശർക്കര ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. അടികട്ടിയുള്ളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് വറുത്തെടുത്തതിന് ശേഷം ചൂടാറാൻ മാറ്റി വയ്ക്കാം. തേങ്ങാപ്പീര വറുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റിപ്പോയാൽ മതി. ഒരുപാട് നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട. ഇതിനകത്തുള്ള ആ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. നമുക്ക് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും വറുത്ത് നല്ലൊരു വാഴല വെട്ടിയിട്ട് അതിനകത്താണ് ഇട്ട് ചൂടാറാൻ വെച്ചിരിക്കുന്നത്. എല്ലാം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുക്കുന്ന സമയം നമ്മുടെ കരിപ്പെട്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മുടെ പൊടിച്ച് വെച്ച പൊടികൾ നനയാനുള്ള അത്രയും വെള്ളമാണ് നമ്മൾ കരിപ്പെട്ടി ഉരുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളതിനെ കരിപ്പെട്ടിയിൽ നിന്ന് ഇടിച്ച് ഒന്ന് ചതച്ച് പൊടിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ഇട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടിച്ച് വെച്ച ആ പൊടികൾ ഏകദേശം ഉണ്ട പിടിക്കാവുന്ന ആ പരുവത്തിൽ അത്രയും നനവ് കിട്ടുന്ന രീതിയിൽ ഉള്ള അത്രയും വെള്ളം നമ്മളെടുത്തിട്ടുണ്ട്. ഏകദേശം 1 ലിറ്ററോളം അടുത്തുണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം ആ ഇളം ചൂടോടി ഒരു ശർക്കര ഒരുപാട് അങ്ങോട്ട് ചൂടാറാൻ നിൽക്കണ്ട. ആ ഒരു പകുതിയോളം ചൂട് നിലനിൽക്കെ തന്നെ നമുക്ക് ആ പൊടിയിലേക്ക്
ശർക്കര നീര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ഒരുപാടങ്ങ് ചൂടാറണതിന് മുൻപ് നമുക്ക്, അതായത് നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിൽ, അത്രയും നമുക്കിത് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളില്ല എന്നുള്ള ഒരവസ്ഥ, അത്രയും ചൂടിൽ നമുക്ക് ഇത് ഉണ്ട പിടിച്ചെടുക്കണം. എന്നാലും ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ആ ഒരു കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ആ ചൂടോട് കൂടി നമ്മളിതെല്ലാം ഉണ്ട പിടിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഈ കർക്കിടകത്തിൽ ഈ രീതിയിൽ മരുന്നുണ്ട ഉണ്ടാക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കൂ.